എല്ലാ ഭക്തജനങ്ങൾക്കും കതിർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ് ചെയ്യുക. ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ഓൺലൈനായി കവടി വെച്ച് നോക്കി പറയുന്നതായിരിക്കും. അപ്പോൾ 2026 ആയി പൂരം നക്ഷത്രം. അപ്പോൾ അതിനുമുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. പല യൂട്യൂബിൽ പല വീഡിയോസാണ് വരുന്നത്. ഇപ്പം ഞാൻ പറയുന്ന പല വേറൊരു ചാനലിൽ വരുന്നത്. അപ്പോൾ ആരെന്ത് പറഞ്ഞാലും നമ്മൾ ഭക്തജനങ്ങൾ നമ്മൾ യുക്തി കൊണ്ടൊന്ന് ചിന്തിക്കണം. ഇവരെത്രത്തോളം പറയുന്നത് ശരിയാണ്, നമ്മുടെ മനസ്സുകൊണ്ടൊന്ന് നമ്മളൊന്ന് വിലയിരുത്തണം. അത് ഏറ്റവും നല്ലതാണ്. പിന്നെ എനിക്ക് പറയാനുള്ള പൂരം നക്ഷത്രക്കാർ 2026 ജോലിക്ക് പോകാതെ ഒരിക്കലും പൈസ വരത്തില്ല. ജോലിക്ക് പോകാതെ കുറേ പൂജകളും കുറേ യന്ത്രങ്ങളും ഒക്കെ കഴുത്തിലിട്ട് വെച്ച് പൈസ വരത്തില്ല. അതേപോലെ തന്നെ അസുഖം വന്നാൽ ഡോക്ടറെ അടുത്ത് പോകാതെ പൂജകളും വഴിപാടുകളും നടത്തി അസുഖം മാറില്ല. രണ്ടും കൂടെ വേണം. വിശ്വാസവും വേണം, അതുപോലെ ഡോക്ടറുടെ സഹായം വേണം, അല്ലേ? കർമ്മം നടത്തുക. നമ്മൾ ഈ ഫലം ഈശ്വരൻ തരും. അപ്പോൾ 2026 പൂരം നക്ഷത്രക്കാർക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ആനയുടെയും മനുഷ്യൻ്റെ ആയുസ് 120 വർഷം വരെയാണ്. ഇപ്പം തന്നെ എല്ലാവർക്കും 50 വയസ്സാകുമ്പം പേടിയാണ്. അത് നമ്മളെ നവഗ്രഹങ്ങൾ ആസ്പദമാക്കിയാണ് നമ്മുടെ ജീവിത കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ പൂരം നക്ഷത്രക്കാർക്ക് തടസ്സങ്ങൾ മാറാൻ വേണ്ടി, അതായത് അവരുടെ ജാതകത്തിലെ ഭാഗ്യങ്ങൾ വർദ്ധിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, അതായത് 2026 എങ്ങനെയാണ്, അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. കൂടുതലൊന്നും വലിച്ചു വാരി നീട്ടുന്നില്ല, നടക്കാൻ പോകുന്ന കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. അപ്പോൾ 2026 പൂരം നക്ഷത്രക്കാർക്ക് ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെല്ലാം നടക്കുമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് തടസ്സങ്ങൾ നേരിടാം. അതായത് പകുതി കാര്യങ്ങൾ നടക്കും, അതായത് ജോലി കിട്ടും, വിവാഹ കാര്യങ്ങളൊക്കെ നടക്കും, എല്ലാം കിട്ടും. വീണ്ടും അവർക്ക് എന്താ പറയുക, വീണ്ടും തടസ്സത്തിലേക്ക് പോകും. അതായത് വീണ്ടും കാര്യം നടക്കും, വീണ്ടും തടസ്സം ഉണ്ടാകും, സാമ്പത്തികം ഉണ്ടാകും, സാമ്പത്തിക നഷ്ടങ്ങളുണ്ടാകും. അതായത് പകുതി അവസ്ഥയായിരിക്കും 2026 പൂരം നക്ഷത്രക്കാർക്ക്. അപ്പോൾ അങ്ങനെ വരുന്നുണ്ട് നമുക്ക് മാനസികപരമായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ 2026 ഉണ്ടാകാം. അതായത് വീട്ടിൽ ചെല്ലുമ്പോൾ സമാധാനമില്ല, ഭാര്യയിൽ നിന്ന് സന്തോഷങ്ങൾ കിട്ടുന്നില്ല, കുട്ടികളായിട്ട് വഴക്ക്, ഇല്ലെങ്കിൽ കൂട്ടുകാരായിട്ട് വഴക്ക്, അങ്ങനെ ഒരു എപ്പോഴും ഒരു നെഗറ്റീവ് ചിന്ത നമുക്ക് ഉണ്ടാകാനിടയുണ്ട്. അപ്പോൾ ഈ ഒന്നാമത്തെ തടസ്സങ്ങളും ദോഷങ്ങളും മാറാൻ വേണ്ടി നവഗ്രഹം ഇരിക്കുന്ന ക്ഷേത്രത്തിൽ 9 വലത്ത് വെച്ച്, അതായത് 2026 ജനുവരി തുടങ്ങുന്ന ഇപ്പോൾ 9 വലത്ത് വെച്ച് നവഗ്രഹ ക്ഷേത്രത്തിൽ പോയി നവഗ്രഹ അർച്ചന ചെയ്ത് ദോഷങ്ങൾ മാറ്റിയെടുക്കേണ്ടതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ദൈവാനുഗ്രഹം ഉള്ള പോലെ ഇരിക്കും നമ്മുടെ കാര്യങ്ങൾ. ഒരു പൂരം നക്ഷത്രക്കാർ ശരിക്കും പറഞ്ഞാൽ ഒരു ഈശ്വര വിശ്വാസമാണെങ്കിൽ ഈ പറയുന്ന ദോഷങ്ങളും കാര്യങ്ങളും ഒന്നും അവനെ ബാധിക്കാറില്ല, അല്ലേ? അതും കൂടെ നമ്മളൊന്ന് ശ്രദ്ധയിലിരിക്കുക. അപ്പോൾ പൂരം നക്ഷത്രക്കാർക്ക് 2026 കഴിഞ്ഞു പോയ സുഹൃത്തുക്കൾ, അതായത് പിണങ്ങിപ്പോയ സുഹൃത്തുക്കൾ, നമ്മൾ പൈസ ചോദിച്ചിട്ട് കടം തരാത്തവർ, നമ്മൾ ലോണുകളൊക്കെ 2026 പാസ്സാകുന്നതാണ്. അതായത് വിവാഹം നടക്കാത്തവർ, വിദേശത്ത് പോകാൻ തടസ്സമായിട്ട് നിൽക്കുന്നവർ, ജോലി സംബന്ധമായ തടസ്സങ്ങൾ, അതായത് വീട് പണി നടക്കുന്നില്ല, വാടക വീട്ടിലാണ്, എന്നാണ് നമുക്ക് സ്വന്തമായിട്ട് വണ്ടി മേടിക്കാൻ പറ്റുന്നത്, വീട് മേടിക്കാൻ പറ്റുന്നത്, ഈ ഒരു കാര്യങ്ങളൊക്കെ 2026 തീരും മുമ്പ് വന്ന് ഭവിക്കും. അതേപോലെ തന്നെ പൂരം നക്ഷത്രക്കാർ മറ്റുള്ളവരെ വിശ്വസിക്കുന്ന കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ മനസ്സിലുള്ള രഹസ്യങ്ങൾ പൂരം നക്ഷത്രക്കാർ മറ്റുള്ളവരോട് പറയാതിരിക്കുക. അവരുടെ പദ്ധതികളും പ്ലാനുകളും ഒക്കെ സുഹൃത്തുക്കളോടും ബന്ധുക്കാരോടും നാട്ടുകാരോടും പരിസരവാസികളോടൊന്നും പറയാതിരിക്കുക. പൂരം നക്ഷത്രക്കാർ ചില കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും പൂരം നക്ഷത്രക്കാർക്ക്. പൂരം നക്ഷത്രക്കാർ മറ്റുള്ളവരെ വിശ്വസിച്ച്, അതായത് പണസംബന്ധമായ ഇടപാടുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോട് വേണം. അതായത് നമ്മുടെ ദേഹത്തുള്ള ആഭരണങ്ങൾ, നമ്മുടെ ബൈക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ സുഹൃത്തുക്കൾക്ക് പങ്കുവെക്കാതിരിക്കുക 2026. അതിൻ്റെ പേരിൽ പിണങ്ങാനിടയുണ്ട്. അത് വളരെയധികം പൂരം നക്ഷത്രക്കാർ ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. പിന്നെ ജ്യോതിഷ സംബന്ധമായിട്ട് പറയുവാണെങ്കിൽ പൂരം നക്ഷത്രക്കാർക്ക് 2026 ഭാഗ്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് പൂരം നക്ഷത്രക്കാർ ഏത് മേഖലയിൽ ഏത് ബിസിനസ് തുടങ്ങിയാൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ചെറിയൊരു ഹോട്ടൽ തുടങ്ങുന്നത്, അതേപോലെ തന്നെ അതിലൊക്കെ നല്ല രീതിയിൽ തന്നെ ലാഭങ്ങൾ ഉണ്ടാകും. അതായത് നഷ്ടങ്ങൾ മാറി ലാഭങ്ങൾ പൂരം നക്ഷത്രക്കാർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതായത് 2000 രൂപ മുടക്കിയ സ്ഥാനത്ത് 5000 രൂപ വരെ കിട്ടും. അതായത് നമ്മൾ ഏത് ബിസിനസ് ആരംഭിച്ചാലും നമുക്ക് ലാഭങ്ങൾ ഉണ്ടാകും. നഷ്ടങ്ങൾ 2026 പൂരം നക്ഷത്രക്കാർക്ക് ഉണ്ടാകത്തില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഭാഗ്യങ്ങൾ മാറി വരുന്നുണ്ട്. നമ്മുടെ പൂരം നക്ഷത്രക്കാർ 2026 ശത്രുദോഷങ്ങൾ കൂടാനിടയുണ്ട്. അത് ഏറ്റവും കൂടുതൽ കുടുംബപരമായിട്ടും വീടിൻ്റെ പരിസരത്തു നിന്നും ശത്രുക്കൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടേയിരിക്കുക. അത് പൂരം നക്ഷത്രക്കാർ ശ്രദ്ധിക്കുക. ശത്രുദോഷത്തിന് പൂരം നക്ഷത്രക്കാർ ചെയ്യേണ്ടത് ചോറ്റാനിക്കര ക്ഷേത്രത്തിലും നരസിംഹം ഇരിക്കുന്ന ക്ഷേത്രത്തിലും ദർശനം നടത്തുക. 1 വർഷക്കാലം ദേവി ക്ഷേത്രത്തിൽ ചോറ്റാനിക്കര ദർശനം നടത്തി, നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി, നരസിംഹ മന്ത്രം കൊണ്ട് അർച്ചന ചെയ്യുക. ചോറ്റാനിക്കരയിൽ പോയി ദർശനം ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ദേവി ക്ഷേത്രത്തിൽ പൂരം നക്ഷത്രത്തിൽ ഗണപതി ഹോമവും ഗുരുതി നടത്തുക. ഇത് ഇങ്ങനെ ചെയ്തുകൊണ്ട്
കൊണ്ട് ശത്രുക്കൾ ചെയ്ത ദോഷങ്ങളും ശത്രുവിൻ്റെ പ്രാക്ക്, കണ്ണുദോഷം, നാവുദോഷം പൂരം നക്ഷത്രക്കാർക്ക് 2026 മാറി എല്ലാവിധ ഭാഗ്യങ്ങളും ഉണ്ടാകാൻ വേണ്ടിയാണ് പൂരം നക്ഷത്രക്കാർ ഒരു വർഷക്കാലം നരസിംഹസ്വാമി ക്ഷേത്രത്തെയും അത് നരസിംഹ ഭഗവാനെയും തൊടുത്ത് ചോറ്റാനിക്കര ദർശനം നടത്തുന്നത് വളരെയധികം ഉത്തമമാണ്. ഇപ്പോൾ ചോറ്റാനിക്കര പോകാൻ പറ്റാത്ത ഭക്തജനങ്ങൾ ഏതെങ്കിലും ഒരു വർഷത്തിൽ തന്നെ ചോറ്റാനിക്കര ദർശനം നടത്തുന്നത് നല്ലതാണ് പൂരം നക്ഷത്രക്കാർ. അപ്പോൾ പൂരത്തിൻ്റെ അന്ന് തന്നെ വേണമെന്നില്ല, ജോലിക്ക് പോകുന്ന ഭക്തജനങ്ങൾ ഞായറാഴ്ച ചെയ്താൽ മതി വഴിപാടും കാര്യങ്ങളൊക്കെ. അപ്പോൾ പൂരം നക്ഷത്രക്കാർ ചോറ്റാനിക്കര പോകാൻ പറ്റാത്തവർ വീടിൻ്റെ അടുത്തുള്ള വടക്കോട്ടോ പടിഞ്ഞാട്ടോ ഇരിക്കുന്ന ഭദ്രകാളി ക്ഷേത്രത്തിൽ തൊഴുന്നത് വളരെയധികം ഉത്തമമാണ്, ശത്രുദോഷങ്ങൾ മാറാൻ. അതുപോലെ നരസിംഹസ്വാമിയെ തൊഴുന്നത് വളരെയധികം ഉത്തമമാണ്. അപ്പം നമ്മുടെ ഉയർച്ചയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീടിൻ്റെ അടുത്തുള്ള പരിസരവാസികൾ, ബന്ധുക്കൾ ഇങ്ങനെ ശത്രുതാഭാവത്തിലുണ്ട്. അതായത് നമ്മൾ എന്ത് നല്ല ഇതിൽ അവർ നമ്മളോട് വഴക്കിന് പറയും. നമ്മൾ അങ്ങോട്ട് ചെന്നില്ലെങ്കിലും ഈ പരിസരവാസികളും ഈ ബന്ധുക്കളൊക്കെ നമ്മളോട് ഓരോരോ കാര്യങ്ങൾക്ക് വഴക്കിന് വരും. അത് അങ്ങനെ ഒരു തടസ്സം മാറാൻ വേണ്ടിയാണ് ഈ പറയുന്ന വഴിപാടുകളും കാര്യങ്ങളും പറയുന്നത്. പിന്നെ പൂരം നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായ ഒത്തിരി ബുദ്ധിമുട്ടുകൾ 2026 വരുന്നുണ്ട്. അതായത് ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഇങ്ങനെ പ്രഷർ കുറയുക, അതുപോലെ തന്നെ ഷുഗർ സംബന്ധമായ അസുഖങ്ങൾ, അതായത് ഗ്യാസ് ഇങ്ങനെ കെട്ടിക്കിടക്കുക, ഇപ്പോഴും ഒരു ശരീരത്തിൽ ക്ഷീണം പോലെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ 2026 വരുമ്പോൾ ഉടൻ തന്നെ മെഡിസിൻ കഴിക്കുക. ഒപ്പം തന്നെ ഡോക്ടറെ കണ്ട് കാര്യങ്ങൾ വിശദമായിട്ട് പറയുക. ഈ ദോഷങ്ങൾ മാറാൻ വേണ്ടി പൂരം നക്ഷത്രത്തിൻ്റെ അന്ന് മഹാദേവ ക്ഷേത്രത്തിൽ രുദ്രാഭിഷേകം നടത്തുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. അതേപോലെ തന്നെ പൂരം നക്ഷത്രക്കാരുടെ ജാതകത്തിൽ ഭാഗ്യങ്ങൾ വർദ്ധിക്കാനും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ എല്ലാം തന്നെ ഒരു തടസ്സവും കൂടാതെ അച്ഛൻ വഴി അമ്മ വഴി കുടുംബപരമായ ക്ഷേത്രം ഉണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി യഥാശക്തിയുള്ള വഴിപാടുകളും കാര്യങ്ങളൊക്കെ പൂരം നക്ഷത്രക്കാർ ചെയ്യുന്നത് വളരെയധികം ഉത്തമമായിരിക്കും. പൂരം നക്ഷത്രക്കാർ മറ്റുള്ളവരുടെ കാര്യങ്ങൾ കടന്ന് ചെല്ലാതിരിക്കുക. ഉദാഹരണത്തിന് പൂരം നക്ഷത്രക്കാർക്ക് വേണ്ടപ്പെട്ട കൂട്ടുകാരികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് നമ്മൾ നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ നമ്മളെ ശത്രുവാകും. അപ്പം മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക, സ്വന്തം കാര്യം നോക്കി പൂരം നക്ഷത്രക്കാർ മുന്നോട്ട് പോവുക. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക. നമുക്ക് എന്തെങ്കിലും പൂരം നക്ഷത്രക്ക് തടസ്സങ്ങളോ കാര്യങ്ങളൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ നരസിംഹസ്വാമി ക്ഷേത്രത്തിലോ വടക്കോട്ടോ പടിഞ്ഞാട്ടോ ഇരിക്കുന്ന ക്ഷേത്രത്തിൽ പോയി എൻ്റെ ദേവി എൻ്റെ ജീവിതത്തിൽ തടസ്സങ്ങളുണ്ടാകുന്നത് 2000 എന്നെ കാത്തുരക്ഷിക്കുന്ന ഒറ്റൊരു പ്രാർത്ഥനയും ദൈവവിശ്വാസം മാത്രം മതി 2026 പൂരം നക്ഷത്രക്കാർ രക്ഷപ്പെടാൻ. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ വിദേശത്ത് പോകാനും വിവാഹ തടസ്സം മാറാനും അതുപോലെ തന്നെ വീട് പണി നടക്കാനും വാടകയ്ക്ക് എടുക്കുന്നവർക്ക് സ്വന്തമായിട്ട് സ്ഥലം മേടിച്ച് വീട് വെക്കാനും ഒക്കെ അവസരമുള്ളൊരു വർഷമാണ് പൂരം നക്ഷത്രക്കാർക്ക് 2026. കൂടുതൽ ഡീറ്റെയിൽ അറിയേണ്ട ഈ നമ്പറിൽ വിളിക്കുക. നിങ്ങളുടെ പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ തന്നെ കവടി വെച്ച് പറഞ്ഞതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യുക. ഞാൻ മറ്റൊരു വീഡിയോ വരുന്നതാണ്. അപ്പോൾ പൂരം നക്ഷത്രക്കാർ പേടിക്കേണ്ട യാതൊരു കാര്യമില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും നേരിടുവാണെങ്കിൽ വടക്കോട്ടോ പടിഞ്ഞാട്ടോ ഇരിക്കുന്ന ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയോ നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പോയാൽ എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ അനുഭവപ്പെടുന്ന എൻ്റെ പ്രശ്നങ്ങൾ മാറ്റുന്ന ഒരു വിശ്വാസപൂർവ്വം പ്രാർത്ഥന മതി. അങ്ങോട്ട് പൂരം നക്ഷത്രത്തിൽ ഒരു പ്രശ്നവും 2026 ഉണ്ടാകില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നതാണ്.